നമസ്കാരം ഗൈസ്. അപ്പോൾ ഇന്ന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ഞങ്ങളവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആഘോഷിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവന് ഒരു സർപ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനുണ്ട്. ഞങ്ങളുടെ വകയുണ്ട്, ചേച്ചിയുടെ വകയുണ്ട്, അങ്ങനത്തെ കുറച്ച് സർപ്രൈസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് വ്ളോഗ് കാണുക. ഞങ്ങളിവിടെ ഡെക്കറേഷനിലാണ്. പലതരം കളറുള്ള ബലൂണുകൾ ഞങ്ങളുടെ അടുത്ത്. അയ്യോ, ഇതെന്താണ് സംഭവം എന്നാ, ഞങ്ങളുടെ ഡബിൾ സൈഡ് ടേപ്പില്ല. അപ്പൊ ഞങ്ങള് കണ്ടുപിടിച്ച ഐഡിയ ആണ് ഗൈസ് ഇത്. അപ്പൊ ഇതിന്റെ മോന്തേ അപ്പുറത്തുണ്ട്, ഇതിന്റെ മോക്കം എന്താണ് ഉണ്ടാ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കേക്ക്. വന്നിട്ട് എന്ത് കേക്കാണെന്ന് അറിയില്ല. ഒട്ടിയാക്കൂ. മിഷൻ സക്സസ്. കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞോട്ടാ. കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്കട്ടെ. വാവ്, വല്യമ്മ കേക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ടാ? നിന്റെ വല്യമ്മ കേക്ക് വെക്കണോന്ന് പറഞ്ഞിട്ടുണ്ടാ? ഹാപ്പി ആയോ കൊച്ചിന്? കൊച്ചിന് ഹാപ്പി ആയടാ. ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചോ? പൊട്ടിച്ചോ. പണിയുണ്ടോ പൊട്ടിക്കാൻ? ഞാനാണ് സിറ്റി. അടുത്തത് ഡ്രസ്. എടുത്ത് വെച്ചോ. കൊച്ചിനുള്ള സ്പെഷ്യൽ സാധനം. എന്തായിരിക്കും ഏകദേശം ഒരു താഴ്ത്തിടല്ലേ, പൊട്ടിപ്പോ. അമ്മ വെച്ച് ചാർജർ വെച്ച് അതിച്ചായി. ബാക്കിൽ നോക്കി. കളിച്ചോ. ഫോട്ടോ കേക്ക് ഇങ്ങനെയായി. ഞങ്ങളുടെ കേക്ക് നല്ല കേക്കാണ്. കേക്കാണ്. പേരൊക്കെ മറന്നു. വീടിന്റെ മുത്തൂസ് കേക്ക് എന്നുള്ള ഞങ്ങളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞങ്ങൾ കട്ട് ചെയ്ത്. ഇതിൽ ലൗച്ച് ഇത് സാറാണ്. ഇതൊക്കെ എന്താണ് ഓരോ സ്വിച്ചുകളൊക്കെ? ഓ,
കട്ടറൊക്കെ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാ. ഓ ആർക്കതിച്ചില്ല. പേരൊക്കെ എഴുതച്ചോ അല്ലെങ്കിൽ പോവും. ഞാൻ ഗൈസ് കുട്ടിയുടെ അമ്മ ഗിഫ്റ്റ് ചെയ്ത ബോക്സ് സൂക്ഷിച്ചു വെച്ചോളണം. ഞാൻ എവിടെ പോണ്? ഇതാണ് ഞങ്ങൾ കൊടുത്ത സംഭവം. ഇതില് ഈ സാധനം വെച്ച് നമുക്ക് അക്കോ കളിച്ചോക്കാലോ, കളിച്ചോക്കാ. ഇത് നമുക്ക് ഈ സാധനം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടി തട്ടി കളിക്കാം. പിന്നെ മാറ്റിയതൊന്ന് അപ്പുറ സൈഡൊന്ന് കാട്ടനാണ്. ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ പാമ്പും കോണി ലുഡോം ഉണ്ട് ഗൈസ്. ഇവിടെ ഇത് വന്നിട്ട് വൈറ്റ് ഇവിടെ വെക്കണം, ബ്ലാക്ക് അപ്പുറത്ത് വെക്കണം. ഇത് ബ്ലാക്കിൻ്റെ കരു കുറവാണോ? അല്ല. എന്നിട്ട് ഇത് ഇവിടെ തട്ടി ഫോണിലല്ല ഉള്ളിലേക്ക് ഇറങ്ങി. ഇതാണ് കേക്ക് എന്നെ നോക്കി മാടി മാടി വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മൈഗ്രെയിനാണ്. എന്നാലും ഞാൻ ചിലപ്പോൾ ഒരു പീസൊക്കെ മുറിച്ച് കഴിക്കും. ഇവിടെ കൊച്ചിൻ്റെ ആരാണ് ഇത് വന്നത്? അമ്മ ഗിഫ്റ്റ് കൊടുത്ത കമ്പിത്തിരി കത്തിക്കാണ് ഗൈസ്. ആ കറക്കട കുറച്ചതേ കറക്കടാ. ഇങ്ങടെ നോക്ക്. നിന്റെ പേടി മാറിയാ? പണ്ട് പേടിയായിരുന്നല്ലോ ഭയങ്കര. ഇപ്പൊ പേടി മാറിയോ കൊച്ചിൻ്റെ? ഇപ്പൊ ആ പാട്ടയുടെ ഉള്ളിൽ കിടന്നാനെ വെച്ച് ആ സാധനം മാറ്റിയിട്ടില്ലെങ്കിൽ കാലുമ കയറും. ഇത് കഴിഞ്ഞാമ്പിത്തിരി കഴിഞ്ഞു. ക്യാബേജ് ഉണ്ട്. എന്തേ ഹർഷിതേ വാട്ട് ആർ യു ഡൂയിങ്? ഇഷ്ടപ്പെട്ടാ കൊച്ചിന് ഗിഫ്റ്റ്? ഇഷ്ടപ്പെട്ടാ? അതൊന്ന് കളിക്കണോട്ടാ. ഏറ്റവും സിമ്പിൾ കളിയാണ് തുറുപ്പ്. എന്താണ് ഒറ്റ കുതിരയിലെ തുറുപ്പ്? ബുദ്ധിയാണ്. നീ എത്ര തുറുപ്പൊളിക്കും? തുറുപ്പിന് വേറെ റേഞ്ച് വരാൻ തുറുപ്പ്. നമ്മളിപ്പോ തുറപ്പാളിക്കാൻ പോണേ. ഏറ്റവും ബുദ്ധിമാരുടെ തുറുപ്പ്. തുറുപ്പ് അതാണ് തുറുപ്പ് ചീട്ടെന്ന് പറയണേ അല്ലേ? കഴുത. ഓ തുറുപ്പ് എന്ന് വെച്ചാൽ ചെളിയാണ്. അതാണ് തുറുപ്പ് ചീട്ടെന്ന് പറയണത്. ഓക്കെ നമ്മ കഴിക്കുന്നത് കഴുത. എത്ര വരുന്നത്? 3 4 5 6 ഓക്കെ അല്ലേ? ഈശ്വര ഭഗവാനെ ഇതാര് ജയിക്കും? 6 എന്തോ ചെറുതായിട്ടെന്തോ പോയിട്ട് അയ്യോ അത് കാണിച്ചാൽ എനിക്ക് കോപ്പി മറ്റേ സ്ട്രൈക്ക് കിട്ടും. ഇത് കാണിച്ചാല് എന്താണ് ഇത്ര ഭംഗിയായിട്ട് ഔട്ട്സൈഡർ ഞങ്ങളൊക്കെ ഈ കല്യാണത്തിന് പോയിട്ട് 25 വയസ്സ് കളിച്ചു ടീമാണ്. 25 അതിലും മേലെ. ഇവിടെ ചീട്ടുകളിയുടെ കഥകൾ പറയാണ് ഗൈസ്. അതൊക്കെ എടുത്തോ, അതൊന്നും കുഴപ്പമില്ല. എന്നെ കെട്ടാൻ ആരും വരാനൊന്നുമില്ല. ഇതാണ് ഞങ്ങളുടെ അളി. നമ്പർ 1 അല്ലെ നമ്പർ 2. അശോ ഇതിൽ ആര് കരുതിയാവും ഗൈസ്. ഏറ്റവും ഡയമണ്ടാ
വലുത് ആരാണ് നെക്സ്റ്റ്? ഞങ്ങളുടെ ചീട്ടുകളി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ വീട്ടിൽ പോട്ടെ. പോണേണ്. ടാറ്റാ ടാറ്റ പറ. ഞങ്ങൾ വീട്ടിലെത്തി. ഇതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ചിക്കൻ കറി തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് നാളെക്കുള്ള ചിക്കൻ കറി ഉണ്ട്. അച്ഛന് കൊണ്ടുവന്ന ചിക്കൻ കറി ഉണ്ട്. ആവശ്യത്തിന് ചിക്കൻ കറി ഉണ്ട്. ഇത് ചൂടാക്കി വെച്ചിട്ട് വേണം നമുക്ക് കിടന്ന് ഉറങ്ങാനായിട്ട്. പിന്നെ വേറെ ടാസ്ക് ഒന്നും ഇല്ലല്ലോ, നേരെ ഉറങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗായിരുന്നു ഗൈസ്. ഇനി നമുക്ക് ഞങ്ങളുടെ ഇവിടുത്തെ മൂത്തൊന്നും ഉത്സവം അല്ല പൂയം ഉത്സവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വ്ളോഗായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം കണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ സൂൺ.